പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. ഫുട്ബോളിന്റെ ആരവം അമേരിക്കയിൽ ഉയരുകയാണ്. അതിനൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോയിപ്പുറം ഡിവിഷനിലെ അംഗം നീതു മാമൻ കൊണ്ടൂരും ഇതിന്റെ ആവേശം പത്തനംതിട്ട ജില്ലയിലും പകർത്തുകയാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം മുഴങ്ങാൻ ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല, ഇങ്ങ് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറത്തും അതിന്റെ ആരവം ഉയരുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോയിപ്പുറം ഡിവിഷൻ അംഗം നീതു മാമൻ കൊണ്ടൂരാണ് ഫുട്ബോൾ പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്താൻ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് തന്നെ നടത്തുന്നത്. കേരള ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാകുന്ന ഈ മാമാങ്കം ഇതിനോടകം തന്നെ നാട്ടുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു. മെയ് 2-3 തീയതികളിൽ ഇരവിപേരൂർ പൊടിപ്പാറ ടർഫ് സ്റ്റേഡിയത്തിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ 16 ടീമുകൾ പങ്കെടുക്കും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമുകൾക്ക് 15,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും ട്രോഫിയും നൽകും. ഇതുകൂടാതെ ടോപ്പ് സ്കോറർ, ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നിവർക്കും സമ്മാനങ്ങൾ നൽകും. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായിരുന്ന KT ചാക്കോ മെയ് 2 രാവിലെ 7:30 ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ എത്ര ടീമുകളാണ് ഇപ്പം മത്സരരംഗത്തേക്ക്? നമ്മളിത് ആദ്യത്തെ ഘട്ടമായതുകൊണ്ട് 16 ടീമും കൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. 16 ടീമാണ് പങ്കെടുക്കുന്നത്. അത് 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാകും. 2 ദിവസം കൊണ്ട് പൂർത്തിയാകും. മെയ് 2 ഇപ്പൊ ഈ വെയിലിന്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് മെയ് 2 രാവിലെ 7:30 തുടങ്ങി 10:30 ആകുമ്പോൾ നമ്മൾ നിർത്തും. വൈകിട്ട് 4 മണി തൊട്ടാണ് ബാക്കി നടക്കുന്നത്. മെയ് 3 തീയതി വൈകിട്ട് 4 മണി തൊട്ട് ഫൈനൽസും സെമി ഫൈനലും എല്ലാം മെയ് 3 തീയതി വൈകിട്ട് 4 മണിക്ക് തൊട്ട്. ഉപയോഗം കൂടുന്ന ഈ സാഹചര്യത്തില് കുട്ടികൾ കോർട്ടിലോട്ട് ഇറങ്ങണം എന്നൊരു ബോധ്യമുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം റീസെന്റ് ഇറങ്ങിയ സിനിമ വാഴ 2, ആ സിനിമയ്ക്കകത്ത് പറയുന്നു, കുട്ടികളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് തിരിയുന്നത്, അല്ലെങ്കിൽ ലഹരി മദ്യത്തിലേക്ക് തിരിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കളിക്കാൻ ഒരിടവില്ല, ഗ്രൗണ്ടുകളെല്ലാം പാർക്കിംഗ് സെന്ററുകളായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടി പറയുന്നുണ്ട് അതിനകത്ത്, ഞാൻ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പം എന്റെ പിതാവ് അതെടുത്ത് ഫുട്ബോൾ നശിപ്പിക്കുക ചെയ്തത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് കളിക്കാൻ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഒരു ഇടം സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം നീതു മാമൻ കൊണ്ടൂർ അധ്യക്ഷത വഹിക്കും. ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി മോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൽസ തോമസ് എന്നിവർ സന്നിഹിതരായിരിക്കും. മെയ് 3 വൈകിട്ട് 7 സമാപന സമ്മേളനത്തിൽ ആന്റണി MP സമ്മാനദാനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീന മറോയ് അധ്യക്ഷത വഹിക്കും. മുൻ സന്തോഷ് ട്രോഫി താരം അലക്സ് എബ്രഹാം മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണമല, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി പൊടിപ്പാറ എന്നിവർ സന്നിഹിതരാകും. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഓരോ വഴിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ നമ്മുടെ നാട്ടിലെ യുവതാരങ്ങളുടെ കരുത്തും കഴിവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുവാൻ കോയിപ്പുറം ഫൈവ്സ് ഫുട്ബോളിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ മേള കോർഡിനേറ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം നീതു മാമൻ കൊണ്ടൂർ. ഇപ്പൊ ഈ ഒരു വർഷം ഈ ലോകകപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഫുട്ബോൾ ടൂർണമെന്റ്, അതോ ഇനി 5 വർഷം കൂടി ഉണ്ടല്ലോ? അതെ അതെ, അത്രയും കാലഘട്ടങ്ങളിൽ ഇതൊക്കെ തുടരുമോ? ഇതുണ്ടാവും. ഫുട്ബോൾ മാത്രമല്ല, വേറെ പലതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. സസ്പെൻസ് പൊളിക്കുന്നില്ല, ഉണ്ടാവും. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ആരവം മാത്രമല്ല, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ അതിലേക്ക് കടത്തിവിടാതിരിക്കാൻ നീതു മാമൻ കൊണ്ടു നടത്തുന്ന ശ്രമത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ്. നീതു മാമനൊപ്പം ടർഫിൽ നിന്നും CB അനിൽത്താനൊപ്പം ജിജു വൈക്കത്തിശ്ശേരി.